ഷീജ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഷീജ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ഒന്ന്, SIR വിഷയത്തിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും നിലപാട്, അതിനോടൊപ്പം തന്നെ ബീഹാറിൽ മഹാസഖ്യത്തിനേറ്റ പരാജയത്തിന്റെ പിന്നിലെ കോൺഗ്രസിന്റെ നിലപാടുകൾ എത്രത്തോളം ആ ഒരു സാഹചര്യത്തിന് വഴിവെച്ചു എന്ന വിഷയവുമാണ് ഇന്ന് അദ്ദേഹം സംസാരിച്ചത്. കൂടുതൽ വിശദാംശങ്ങൾ. തീർച്ചയായും സിന്ധൂരി, ബീഹാർ പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും മതനിരപേക്ഷ ശക്തികൾ അത് ശരിയായ രീതിയിൽ തന്നെ വിലയിരുത്തി മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് MV ഗൗതം മാസ്റ്റർ വ്യക്തമാക്കിയത്. കാരണം SIR-ൽ ലക്ഷക്കണക്കിന് പേരുടെ പേരുകൾ നീക്കം ചെയ്യപ്പെട്ടു എന്നുള്ളത് കൃത്യമായ രീതിയിൽ തെളിവുകൾ സഹിതം നമുക്ക് മുന്നിലുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. EVM മെഷീനിൽ പോലും ശരിയായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ല എന്നുള്ളതും ആക്ഷേപമായി ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം രാഷ്ട്രീയ അജണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ നടപ്പാക്കി എന്നുള്ളൊരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം ബീഹാറിൽ വിജയം കൈവരിച്ചതിന് ശേഷം മോദി നടത്തിയ പ്രസംഗത്തിൽ നിന്നും വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറയുന്നു. വർഗീയ പ്രചാരണവും പണക്കൊഴുപ്പും കൊണ്ടുണ്ടാക്കിയ ഒരു നേട്ടം മാത്രമാണിത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. 10,000 രൂപ പ്രഖ്യാപിച്ചത് പോലും തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷമായിരുന്നു. അത് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ലംഘനമായിരുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ഏതായാലും നിരവധി സീറ്റുകളിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥികളെ അടക്കം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ കോൺഗ്രസിന്റെ നിലപാടിനെ നിശിതമായി തന്നെ ഗൗതം മാസ്റ്റർ വിമർശിക്കുകയും ചെയ്തു. BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെട്ടത് അത് കോൺഗ്രസ് ഫലപ്രദമായി കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പ്രധാനമായും എടുത്തു പറഞ്ഞത്. മറ്റൊരു വിഷയം SIR-മായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൽ ഇത് നിയമപരമായി നേരിടാനാണ് കേരളത്തിന്റെ തീരുമാനം. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും. സർക്കാർ സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടിയും സ്വന്തം നിലയ്ക്ക് തന്നെ സുപ്രീം കോടതിയെ ഈ വിഷയത്തിൽ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ നിയമപരമായിട്ടുള്ള നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ തന്നെ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സംസ്ഥാനത്തും തുടരുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ എല്ലാവരും ഇതിൽ കൃത്യമായ രീതിയിൽ വോട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാനുള്ള നടപടികൾ അത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ഗ്യാരണ്ടി ഉറപ്പാക്കണം എന്നുള്ളതാണ് പാർട്ടിയുടെ ആവശ്യമെന്ന് പറയുന്നത്. അത് ആ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് വോട്ടർമാരും ഒപ്പം തന്നെ നിൽക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. കാരണം 80% പൂർത്തിയായി, അതായത് കേരളത്തിൽ ഫലപ്രദമായി ഫോം വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും 80% ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി എന്നുള്ളതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത്. പക്ഷേ അത് ആ രീതിയിൽ എല്ലാവരിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളതാണ് നടപടികളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് ആ രീതിയിൽ തുടർന്ന് പോകാൻ അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് നിയമ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം തന്നെ പ്രായോഗികമായി വോട്ടർ പട്ടിക നവീകരണത്തിൽ ഫലപ്രദമായി ഇടപെട്ടുകൊണ്ട് എല്ലാവരും വോട്ട് ഉറപ്പാക്കണം എന്നുകൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്.